മിന്നലടിക്കും വിമാനത്തിലല്ലേ? അടിക്കും. യാത്രക്കാരങ്ങനെ നമ്മൾ ടർബുലൻസിനകത്ത് പോകുമ്പോൾ അറിയും. അപ്പോൾ ആ മിന്നലൊക്കെ സാധാരണ വരുന്ന ഫിനോമിനയാണ്. അല്ലേ? അതെ, ഞങ്ങൾ ലാസ്റ്റ് ബിറ്റ് നമ്മൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. പക്ഷേ ലാസ്റ്റ് ബിറ്റ് നമ്മൾ ഗോറാണ്ട് ചെയ്യും. ശരിക്കുള്ള ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ശരിക്കും ഐ സീറ്റിലിരിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഇതിൽ ഫീൽ ചെയ്യും അതിലിരിക്കുമ്പോൾ. പിന്നെ ഒക്കെ ഈ കുറേ സിസ്റ്റംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ഡിസിഷൻ കൊണ്ട് അറിയാം നമുക്ക് ഇതാ ചെയ്യാൻ പോകുന്നത്, ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതല്ല. വലിയ മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യാറുണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് മഴയുള്ളപ്പം എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റില്ല, ഗോറോണ്ടൊക്കെ അടിച്ച് പോകാറുണ്ട്. അപ്പോൾ ഈ മഴയുള്ളപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ മിന്നലൊക്കെ വരുന്നു, മിന്നൽ പിണറുകളൊക്കെ കാണാൻ പറ്റില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണോ? നമ്മൾ ഓൾറെഡി നമ്മൾ കാണുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റത്തിൽ വെതർ റഡാർ പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി കാണാം ഓക്കെ ഈ സ്ഥലത്ത് വെതർ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി 100 മൈൽസ് മുമ്പേ തന്നെ ഓൾറെഡി ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ വെതർ നമ്മൾ അവിടുത്തെ മുന്നിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ എയർക്രാഫ്റ്റ് അതിൻ്റെ കേപ്പബിൾ ആണ് ടു ഗോ ത്രൂ വെതറിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് തിരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വരാൻ പറ്റും. മിന്നലൊക്കെ കേൾക്കുമോ? മിന്നലൊക്കെ സാധാരണയാണ് ഞങ്ങൾക്ക്. അല്ല, നമ്മുടെ ഫ്ലൈറ്റിനെ തട്ടുമോ? തട്ടും. പക്ഷെ ഞങ്ങൾക്ക് സ്റ്റാറ്റിക് വിക്സ് ഉണ്ട് വെച്ചാൽ അത് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന. മിന്നൽ തട്ടിയാൽ അപ്പം തന്നെ അത് നമ്മൾക്ക് ഏർത്തിങ് പറഞ്ഞ സാധനമല്ലേ, ഗ്രൗണ്ടിൽ ഇപ്പോൾ നമ്മൾ ടവറിലൊക്കെ അല്ല, ആ സെയിം സിസ്റ്റം ഞങ്ങൾ എവിടേക്ക് എർത്ത് ചെയ്യും? അത് നേരെ പുറത്തോട്ടേക്ക് തന്നെ പോകും. അത് ലൈക്ക് നെഗറ്റീവ് മാറിയ വെച്ചാൽ അത് വന്നാൽ എയർക്രാഫ്റ്റിലേക്ക് വരില്ല. മിന്നലടിക്കും വിമാനത്തിലല്ലേ? അടിക്കും, പക്ഷെ അത് ഡിഫ്ലക്റ്റ് ആവും. അപ്പോൾ എന്തെങ്കിലും ഒരു ഷേക്ക് ചെയ്യുമല്ലോ ചെയ്യും അപ്പോഴത്തേക്ക്? ഇല്ല, നമുക്ക് അറിയില്ല, യാത്രക്കാരറിയില്ല. യാത്രക്കാരങ്ങനെ നമ്മൾ ടർബുലൻസിനകത്ത് പോകുമ്പോൾ അറിയും. അപ്പോൾ ആ മിന്നലൊക്കെ സാധാരണ വരുന്ന ഫിനോമിനയാണ്. പിന്നെ അങ്ങനെ ഈ ടർബുലൻസ് ഇപ്പോൾ വലിയ വാർത്തയാണ്. എങ്ങനെ ഈ ടർബുലൻസ് ഉണ്ടാവുന്നത്? ടർബുലൻസ് ബേസിക് വെച്ചാൽ നമ്മളിപ്പോൾ റോഡ് പോകുമ്പോൾ ഒരു ഹംപ് ഉണ്ടാവില്ലേ, കുന്നും കുഴിയും, അതാണ് ടർബുലൻസ്. ആകാശം അങ്ങനത്തെ ഉണ്ട്. സെയിം തിയറിയാണ് മേലെ ഉള്ളത്. പക്ഷേ ടർബുലൻസ് വെച്ചാൽ നമ്മൾ 2 എയർ മാസ് ഒന്നിങ്ങോട്ടേക്ക് വരുന്ന ഒരു വിൻഡും അപ്പുറത്ത് വരുന്ന വിൻഡും 2 കൊളൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിലോട്ട് നടുക്കൂടെ പോകുമ്പോഴാണ് ഒരു ടർബുലൻസ് വരിക. അതിൽ ഇംഗ്ലീഷിൽ പറയുക സഡൻ ചേഞ്ച് ഓഫ് വിൻഡ് ഡയറക്ഷൻ. അപ്പോൾ അത് കാരണമാണ് നമുക്ക് ഈ ടർബുലൻസ് ഒക്കെ വരുന്നത്. ടർബുലൻസിലെ സമയത്ത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കും പേടിക്കാനുള്ള സിറ്റുവേഷൻ അല്ല. യാത്രക്കാരൊക്കെ എല്ലാം ഭയന്ന് നിലവിളിക്കുന്നു, ലഗേജ് ഒക്കെ താഴെ വീഴുന്നു. അതാണ്, അതൊക്കെ ഓരോരോ ലെവൽസിന് ടർബുലൻസിന്. സിവിയർ, പിന്നെ നോർമൽ, പിന്നെ മോഡറേറ്റ് ടർബുലൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടർബുലൻസ് ഉണ്ട്. ഈ ടർബുലൻസ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മെയിൻലി നോക്കേണ്ടത് ഞങ്ങൾ എയർക്രാഫ്റ്റ് സ്പീഡ് കൺട്രോൾ ചെയ്യണം, പിന്നെ അവരിനെ അവോയ്ഡ് ചെയ്യണം. അത്ര സിമ്പിൾ പ്രൊസീജിയറുള്ളൂ. കാരണം ഒരു കാര്യം വെച്ച് ഞങ്ങൾ മുന്നിലായിരിക്കുക, ഹെവിയസ്റ്റ് ടർബുലൻസ് ബാക്കിലാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. ബാക്കിൽ തിരിക്കുന്ന ആൾക്കാർക്കാണ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തല്ലേ. അപ്പം നോർമലി ഞങ്ങൾ ചെയ്യാൻ വെച്ചാൽ ഞങ്ങൾ അവോയ്ഡ് ചെയ്യും ടർബുലൻസ് എത്ര വെച്ചാൽ. ചില സമയത്ത് ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ടർബുലൻസ് കൂടി തന്നെ പോകണം. അപ്പോൾ ഓരോ സിറ്റുവേഷൻ ഓരോരോ. ഈ കൊടുങ്കാറ്റൊക്കെ ആണെങ്കിലോ? കൊടുങ്കാറ്റൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവോയ്ഡ് ചെയ്യണ ബെസ്റ്റ്. ലൈക്ക് ഞങ്ങൾ ട്രൈ ചെയ്യും അവോയ്ഡ് ചെയ്യണമെങ്കിൽ. പക്ഷേ ഞങ്ങളെ എല്ലാ പ്ലെയിൻസും ബിൽഡ് ചെയ്ത് ഒക്കെ വെതർ കൂടെ പോകാൻ പറ്റുന്നില്ല പ്ലെയിൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഒക്കെ ഞങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ട്രൈ ചെയ്യാം. നമ്മുടെ ഒരു മെഷീൻ്റെയും മനുഷ്യൻ്റെയും ലെവലിൽ ചെയ്യാവുന്ന മാക്സിമം നമ്മൾ ചെയ്യും. അതെ, ബാക്കിയെല്ലാം ഗോഡിൻ്റെ കൈ കൊടുക്കും. അതാണ്, അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനത്തെ ഈ ഗോഡിന് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ തന്നെ എല്ലാ ഡിസിഷൻ ഞങ്ങൾ തന്നെ എടുക്കുന്നതാണ്. നിങ്ങൾ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതാണ്. അപ്പോൾ ഞങ്ങളൊന്നും ഇങ്ങനെ പറയില്ലേക്ക് ഓക്കെ നമുക്ക് വന്നിട്ട് വെച്ച് കാണാൻ എവിടെയാണ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ അല്ല. ഞങ്ങളെപ്പോഴും ഒക്കെ കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്, ഒക്കെ അറിയാം ഓക്കെ ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ കൺട്രോൾഡ് ആണ്. ഒന്നും ആസ് ഇറ്റ് ഇസ് എന്ന് വെച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷൻ നേരിടുക എന്നുള്ളതാണ്. അതാണ്. അശ്വതിന് എന്തെങ്കിലും എക്സ്പീരിയൻസ്, വളരെ അസാധാരണമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഫ്ലൈ ചെയ്യുമ്പോൾ? ഗോ അറൗണ്ട് ഒരു 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഗോ അറൗണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ. ഗോ അറൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വരിക അല്ലേ? അതെ, ഞങ്ങൾ ലാസ്റ്റ് ബിറ്റ് നമ്മൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകാൻ, പക്ഷേ ലാസ്റ്റ് ബിറ്റ് നമ്മൾ ഗോ അറൗണ്ട് ചെയ്യും. ഒരു പ്രാവശ്യം ഞങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു എയർക്രാഫ്റ്റ് റൺവേന് വെക്കേറ്റ് ചെയ്തില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ ലാൻഡിങ് ചെയ്യുന്ന മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഗോ അറൗണ്ട് പറഞ്ഞു. അന്ന് ഞാൻ ഭയങ്കര ജൂനിയർ ആയിരുന്നു ഈ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു ഈ വലിയൊരു പ്ലെയിന് ഗോ അറൗണ്ട്, കാരണം ഞാൻ ഗോ അറൗണ്ട് എപ്പോഴും സിമുലേറ്ററിലൊക്കെയാണ് ചെയ്തുള്ളൂ. ആദ്യമായിട്ട് ശരിക്കുള്ള പ്ലെയിനിൽ ചെയ്യുമ്പോൾ അത് നമ്മളെ എല്ലാം ഭയങ്കര സ്പീഡിലാണ് നടക്കുക, ഒക്കെ ക്വിക്ക് ഡിസിഷൻസ് ഒക്കെ. അതെന്താ വ്യത്യാസം എന്താ ഗോ അറൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക്? നമ്മൾ സാധാരണ അതാണ്. പക്ഷെ നമ്മൾ ഗോ അറൗണ്ട് നമ്മൾ ലാൻഡിങ്ങിന് സമയത്ത് നമ്മൾ പകുതി മൈൻഡ് ലാൻഡ് മൈൻഡ് ആയിരിക്കും, പകുതി മൈൻഡ് ഗോ അറൗണ്ട് ആയിരിക്കും.
അപ്പോൾ ഞാൻ എത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ ആദ്യം ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സ്പീഡിലായിരിക്കും ഒക്കെ പ്ലെയിൻ ഭയങ്കര എൻജിൻസ് ഫുൾ സ്പീഡിലാവും നമ്മൾ പ്ലെയിൻ തന്നെ ഭയങ്കര ഹൈറ്റിലേക്ക് കയറും. അപ്പോൾ ഒക്കെ വേഗം കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ആക്സിഡൻറ്റിലേക്കൊക്കെ പോകാൻ പറ്റുന്ന സിറ്റുവേഷനാണ് നമ്മൾ കൺട്രോൾഡ് അല്ലെങ്കിൽ. അപ്പോൾ അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഈ സീറ്റിലിരിക്കുമ്പോൾ ഒക്കെ വേഗം എവറിത്തിങ് സെക്കൻഡ്സിലുള്ള ഡിസിഷൻസ് ആണ്. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്, ചാലഞ്ച് അല്ലേ? ഏറ്റവും സന്തോഷം ഉണ്ടായ സന്ദർഭം ഏതാ ഫ്ലൈ ചെയ്തപ്പോൾ? ഞാൻ അല്ലെങ്കിൽ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു അവിസ്മരണീയമായ സംഭവം? ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒന്ന് അമ്മേൻ്റെ, പിന്നെ അതിൻ്റെ മുമ്പ് ഫസ്റ്റ് ടൈം പ്ലെയിന് ലാൻഡ് ചെയ്യുമ്പോൾ ആ സീറ്റിലിരിക്കുമ്പോൾ ആദ്യം നമ്മൾ ട്രെയിനിങ്ങിൽ സിമുലേറ്ററിൽ ഇരിക്കുമ്പോൾ അത്ര ഫീൽ ഉണ്ടാവില്ല, പക്ഷേ ശരിക്കുള്ള ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ശരിക്കും ഐ സീറ്റിലിരിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഇതിൽ ഫീൽ ചെയ്യും അതിലിരിക്കുമ്പോൾ. പിന്നെ ഒക്കെ ഈ കുറേ സിസ്റ്റംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ഡിസിഷൻ കൊണ്ട് അറിയാം നമുക്കിത് ഇതാ ചെയ്യാൻ പോകുന്നത്, ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതല്ല. ആ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആണ്, അറ്റ് ദ സെയിം ടൈം സ്ട്രെസ്ഫുള്ളും ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പം ഒക്കെ ഭയങ്കര നമുക്ക് തോന്നും നമുക്ക് കൺട്രോൾഡ് ആണ്, പക്ഷേ ഒക്കെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന ഒക്കെ ഫ്ലാഷ് സെക്കൻഡ് ആകുമ്പോൾ ഒക്കെ പ്രൊസീജിയേഴ്സൊക്കെ വലിയ ഫാസ്റ്റ് ആയിരിക്കും. സോ അങ്ങനെ കുറേ ഇരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ്. അല്ല, ഞാനിപ്പോൾ ഈ വാർത്തകളിൽ ഈ ടർബുലൻസുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിൻ്റെ എൻക്വയറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില വാർത്തകളിലൊക്കെ വരുന്നു, വാർത്തകളിലല്ല ഒഫീഷ്യലി വന്നു, അതായത് പൂക്കറ്റ് ഫ്ലൈറ്റിൻ്റെ ഇഷ്യൂ പറയുന്നത് അതിൽ പൈലറ്റ് ഡ്രഗ്സോ കഞ്ചാവോ ഒക്കെ കൺസ്യൂം ചെയ്തിരുന്നു എന്ന് പറയുന്നു. വീണ്ടും ടെസ്റ്റ് ചെയ്തു, രണ്ടുപേരെ കൂടെ കണ്ടുപിടിച്ചു. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? സംഭവിക്കാൻ പറ്റും, കാരണം നോർമലി ഇന്ത്യ റൂൾസിൽ വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന മുമ്പ് ഒരു ആൽക്കഹോളും ഡ്രഗ് ടെസ്റ്റ് ചെയ്യും. എനിക്ക് അത്ര ഇൻഫർമേഷൻ അറിയില്ല, കാരണം ഞാൻ മെയിൻലി UAE ഫ്ലൈയിങ്, അവിടെ ഞങ്ങളെ പ്രൊസീജിയേഴ്സ് വേറെയാവും. പക്ഷേ ഫ്രണ്ട്സിനൊക്കെ സംസാരിച്ചപ്പോൾ ഇതാണ് എനിക്ക് മനസ്സിലായി വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ചെക്ക് ചെയ്യും, ഒരു ബ്രെത്ത് അനലൈസർ ടെസ്റ്റ് ചെയ്യും. അത് നെഗറ്റീവ് ആയാലും മാത്രമേ ഒരാൾക്ക് ഫ്ലൈയിങ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് എനിക്കറിയില്ല ഇയാൾ എങ്ങനെയാണ് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ചെയ്തായിരിക്കാം അങ്ങനെ, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ട്, അല്ലെങ്കിൽ ആരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻ ഉണ്ടാവും. ഒരു ചെറിയ ചീത്തപ്പേരായി അല്ലേ? നമ്മുടെ ചീത്തപ്പേര് മാത്രമല്ല, അതൊരു ലൈക്ക് ഒരു ഹ്യൂമൻ റിസ്ക് അല്ലത്. ലൈക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ ഫ്ലൈയിങ് ചെയ്യുന്ന ഇസ് എ ബിഗ് ഹസാർഡ് ആൻഡ് ഇസ് എ ബിഗ് ഡേഞ്ചറസ് തിങ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. ഏതായാലും ഈ ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണ്ട് 300 അടിയിലേക്ക് കുത്തനെ വീണു എന്നാണ് പറയുന്നത്. അത് മെയിൻലി ടർബുലൻസ് ആണ്. അത് നമ്മൾ ചില സമയത്ത് ക്ലിയർ ആയ ടർബുലൻസ് പറഞ്ഞ സാധനം വെച്ചാൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടർബുലൻസ് എയർ പോക്കറ്റിൽ വീഴുക. ചില ടർബുലൻസ് നമുക്കറിയാം ഈ സ്ഥലത്ത് ഉണ്ടാവും, പക്ഷെ ചില സമയത്ത് നമുക്കറിയില്ല. അങ്ങനെ സ്ഥിരം ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ടോ? ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഹോട്ട് ഡെസ്റ്റിനേഷന് പോകാൻ വെച്ചാൽ UAE തന്നെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ സമ്മറാണ് UAE, അപ്പോൾ ലോട്ട് ഓഫ് ഹീറ്റ് തെർമൽസ് പറഞ്ഞിട്ട് നമ്മളെ ഗ്രൗണ്ട് ചൂടായിട്ടില്ല മേലോട്ടേക്ക് വരുന്ന ഒരു വായു ഉണ്ടാവും. അതിലൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ ഹെവി ടർബുലൻസ് ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഈ മൺസൂൺ സമയത്ത് ഇന്ത്യയിൽ ഹെവി ടർബുലൻസ് ആയിരിക്കും. അങ്ങനെ ചില സ്ഥലത്ത് നമുക്കറിയാം ടർബുലൻസ് എക്സ്പെക്റ്റഡ് ആണ്, ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ടർബുലൻസ് ഉണ്ടാവും. അന്ന് ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ടർബുലൻസിൽ പറ്റിയതായിരിക്കും ഈ ഹെവി സിവിയർ ടർബുലൻസ്. ഈ നമ്മുടെ ഈ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ക്രാഷ് അറിയാമല്ലോ, അതും ഇപ്പോഴും തീർന്നിട്ടില്ല. എയർക്രാഫ്റ്റ് ആക്സിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന പല തിയറികൾ പറയുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ ഈ ഫ്യൂവൽ സ്വിച്ച് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഓഫ് ചെയ്തു, പിന്നെ വീണ്ടും ഇട്ടു എന്നൊക്കെ പറയുന്ന ചില വിവാദങ്ങളുണ്ട്. ഇങ്ങനെ അറിയാതെ കൈ തട്ടിയൊക്കെ ഫ്യൂവൽ സ്വിച്ചൊക്കെ ഓഫ് ആകുമോ? എൻ്റെ ഒപ്പീനിയനിൽ, കാരണം ഞാൻ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ അല്ല, അപ്പോൾ ഞാനൊരു പൈലറ്റാണ്. അപ്പോൾ ഒരു പൈലറ്റിൻ്റെ ഇത് വെച്ചുമ്പോൾ ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ ഫോക്കസ് ടേക്ക് ഓഫ് ആണ്. അപ്പോൾ ആ സമയത്ത് ഒരു സ്വിച്ചോ അതിൽ ഞങ്ങൾ ഫോക്കസ് അല്ല, ഞങ്ങൾ മെയിൻലി സ്പീഡ് നോക്കുക, സിസ്റ്റംസ് നോക്കുക, ടേക്ക് ഓഫ്. സ്വിച്ചൊക്കെ നമ്മൾ ചെക്ക് ചെയ്യത്തില്ലേ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ്? ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓരോ പ്രൊസീജിയർ ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ചെയ്യും. ടേക്ക് ഓഫിന് മുമ്പ് തന്നെ ഞങ്ങൾ ബോർഡിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾ കുറേ പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. ആ സമയത്ത് ഞങ്ങളൊക്കെ സിസ്റ്റംസ് ഒക്കെ ചെക്ക് ചെയ്യും ടേക്ക് ഓഫിന് മുമ്പ്.
പിന്നെ അന്ന് ടേക്ക് ഓഫ് പിന്നെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മെയിൻ ഫോക്കസ് ഞാൻ പറഞ്ഞ മാതിരി ടേക്ക് ഓഫ് ആണ്. അല്ലാണ്ട് ഈ സ്വിച്ച് ഓഫ് ആക്കാനോ അത് ഐ സ്വിച്ച് ഓൺ ആക്കാനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം ടേക്ക് ഓഫ് അപ്പോൾ ഡെലിബറേറ്റ്ലി ആരെങ്കിലും അത് ചെയ്തതായിരിക്കാം. ഡെലിബറേറ്റ്ലി ചെയ്യാൻ ഡെലിബറേറ്റ്ലി ആരെങ്കിലും വലിയൊരു പ്ലെയിൻ ഇങ്ങനെ ഓഫ് ആക്കാൻ പറ്റുമോ? കാരണം അത് മെയിൻലി ഒരു സ്വിച്ച് ഡീഫോൾട്ട് ഉണ്ടാവും. പക്ഷെ അത് ഡീഫോൾട്ട് എന്തെങ്കിലും ബോയിങ് കമ്പനി അങ്ങനെയാണ് പറയുന്നത്. അവർക്കൊരു ചീത്തപ്പേര് അങ്ങനെയാണല്ലോ. കാരണം വലിയൊരു കമ്പനി അത് ആരും റെസ്പോൺസിബിലിറ്റി എടുക്കലല്ലോ. ബിക്കോസ് അതൊരു വലിയൊരു 787 അല്ലേ. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാ 787 അപ്പോൾ ഗ്രൗണ്ട് അതുകൊണ്ട് പൈലറ്റിന്റെ തലയിൽ കിട്ടേക്കാം. അതാണ് മെയിൻലി എല്ലാ ആക്സിഡൻസും പൈലറ്റിൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ലൈക്ക് എല്ലാ കമ്പനീസ് പറയാം ഇവൻ ദോ പ്ലെയിൻ്റെ പ്രശ്നമാണെങ്കിലും ലൈക്ക് ഹിസ്റ്റോറിക്കലി എല്ലാ ആക്സിഡൻസിന് ഫൈനൽ ബ്ലെയിം പൈലറ്റ്സിൻ്റെ പേരിലാണ്. അതെ അതെ, കമ്പനി രക്ഷപ്പെടും. കമ്പനി ഇത് ഏതെല്ലാം ഫ്ലൈറ്റ്സ് പറപ്പിച്ചിട്ടുണ്ട്? ഞാൻ മെയിൻലി എൻ്റെ കമ്പനിയിൽ 2 ഫ്ലൈറ്റ്സ് ആണ്, A320യും 321. ബോയിങ് ആണ്? എയർബസ്. ബോയിങ് പറത്തിയിട്ടുണ്ടോ? ബോയിങ് ഇല്ല. അതാണ് മെയിൻ തിങ്. എനിക്ക് ബോയിങ് സിസ്റ്റം അത്ര അറിയില്ല. അഹമ്മദാബാദിലെ ബോയിങ് 787 ആയിരുന്നു, എൻ്റെത് എയർബസ് ആണ്. അപ്പോൾ രണ്ടും വേറെ ഫ്രാൻസിൻ്റെ അതാണ് ബോയിങ് US-ൻ്റെ. അപ്പോൾ ഇതിൽ ഈ അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമോ? സിസ്റ്റംസ് മെയിൻലി ഡിഫറൻസ് ഉണ്ട്. പിന്നെ അത് പറക്കുന്ന പെർഫോമൻസും മെയിൻലി ഡിഫറൻസ് ആണ്. അപ്പോൾ കുറേ ഡിഫറൻസ് ഉണ്ട്. റേഞ്ച് വൈസും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വേറെ കംപ്ലീറ്റ് വേറെ സിസ്റ്റംസ് തന്നെയാണ്. ഈ നമ്മൾ ഈ പൈലറ്റ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പം 4 വീലർ ലൈസൻസ് എടുത്തു, നമുക്ക് കാർ ഓടിക്കാം, മറ്റേ ഹെവി അല്ലാത്ത എല്ലാ വാഹനങ്ങളും ഓടിക്കാം എന്ന് പറയുന്നൊരു പൈലറ്റ് ലൈസൻസ് എടുത്താൽ ഏത് എയർക്രാഫ്റ്റും പറപ്പിക്കാൻ പറ്റുമോ? ഹെലികോപ്റ്റർ ഉൾപ്പെടെ? അത് നമ്മൾ വേറെ അതിന് പറയാൻ ടൈപ്പ് റേറ്റിംഗ് അതിന് പറയാം. ടൈപ്പ് റേറ്റിംഗ് ആണ് നമ്മളൊരു നമ്മൾ ലൈസൻസ് എടുക്കുന്ന മാതിരി ഒരു ടൈപ്പ് റേറ്റിംഗ് പറഞ്ഞ ഒരു ഇതാണ്. സോ നമ്മൾ ഏത് എയർക്രാഫ്റ്റ് ആണ് വേണമെങ്കിൽ അതിൻ്റെ ടൈപ്പ് റേറ്റിംഗ് ചെയ്യണം. വെച്ചാൽ അതിൻ്റെ സിസ്റ്റംസ് പഠിക്കണം, പിന്നെ അതിൻ്റെ സിമുലേറ്റർ പഠിക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏത് പ്ലെയിൻ വേണമെങ്കിലും ഹെലികോപ്റ്ററോ പ്ലെയിനോ 777 380 ഒക്കെ നമുക്ക് പറക്കാൻ പറ്റും. അതിൻ്റെ ലൈസൻസിൽ കോഴ്സ് ചെയ്യണം, പിന്നെ അതിൻ്റെ ടൈപ്പ് റേറ്റിംഗും ഓരോന്നിനും പ്രത്യേകമാണല്ലേ? അതെ, എല്ലാ പ്ലെയിനും ഡിഫറെൻ്റ് ആണ്. ഓ ശരി. ഈ എയർബസ് പറത്തുന്ന ഒരാൾക്ക് ബോയിങ് പറത്തണമെങ്കിൽ അതിന് പ്രത്യേക ട്രെയിനിങ് വേണം? അതിന് അയാൾക്ക് വീണ്ടും ബോയിങ്ങിൻ്റെ വീണ്ടും കസ്റ്റംസും അതിൻ്റെ സിസ്റ്റംസും ഒക്കെ വീണ്ടും പഠിക്കണം. ഓ, പൈലറ്റ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഇപ്പോൾ നമുക്ക് മാരുതി ഓടിക്കുന്ന ആൾക്ക് കിയ ഓടിക്കാം എന്ന് പറയുന്ന പോലെ മഹീന്ദ്ര ഓടിക്കാം എന്ന് പറയുന്ന പോലെ പറ്റില്ല? ഇല്ല, അങ്ങനെ പറ്റില്ല. ലൈക്ക് പ്ലെയിന് ഫ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷെ അത് സിസ്റ്റംസ് അത് എങ്ങനെയാണ് പറക്കണം, അതെങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് അതിൻ്റെ സിസ്റ്റംസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. അതിന് ട്രെയിൻ ചെയ്യും. അതിന് ട്രെയിനിങ് ടൈപ്പ് റേറ്റിംഗ് ആണ് അതിന് പറയാം. ഞാനൊരു മണ്ടൻ ചോദ്യം ചോദിക്കട്ടെ, വിമാനത്തിന് ഗിയർ ഉണ്ടോ? ഗിയർ ഇല്ല. പിന്നെന്താ ഉള്ളത്? ഞങ്ങൾക്ക് ജെറ്റ് എൻജിൻസ് അതിന് പറയാം. അപ്പോൾ ഞങ്ങളിങ്ങനെ മാനുവൽ മാതിരി അങ്ങനത്തെ സിസ്റ്റം അല്ല ചെയ്യാം. ഒരു മറ്റേ ഇതൊക്കെ വലിച്ചിടുന്ന കാണാമല്ലോ ചില സാധനമൊക്കെ, അത് ത്രസ്റ്റ് ലീവർ അതിന് പറയാം. അത് ഓരോരോ പവർ വെച്ച് ഓരോരോ ഇത് സെറ്റിങ്. അത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ചെയ്യും, നമ്മൾ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സെറ്റ് ചെയ്യും, ലാൻഡിങ് ഒരു സെറ്റിങ് ചെയ്യും. അപ്പോൾ അതൊരു ഹൈ ബൈപ്പാസ് ടെർബോ ഫാൻ എഞ്ചിനാണത്. അത് ഞങ്ങൾക്ക് അത്ര കൺട്രോൾ ഇല്ല അതിൽ. ഇറ്റ്സ് മെയിൻലി ഫേഡെക് വെച്ച ഒരു ഇലക്ട്രോണിക് സിസ്റ്റം വെച്ചിട്ടുള്ള കൺട്രോളാണ്. അപ്പോൾ ഈ സിസ്റ്റമാണ് നമ്മൾക്ക് ഫസ്റ്റ് ഗിയർ പോകണോ സെക്കൻഡ് ഗിയർ പോകണോ എന്ന് അത് ഡിസൈഡ് ചെയ്യുന്നത്. കാരണം അതിനറിയാം ഏത് പവറാണ് അപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ മെയിൻലി അതിൻ്റെ പൊസിഷൻ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അതാണ് ഞങ്ങളെ ഗിയർ പറയാം. വേണമെങ്കിൽ ഗിയർ എന്ന് പറയാം, വേണമെങ്കിൽ ഗിയർ പറയാം. പക്ഷേ നമ്മളെ ആക്സിലേറ്റർ ആണ് അത് മെയിൻലി, നമ്മളെ ത്രസ്റ്റ് ലീവർ. ഓ, ആക്സിലേറ്റർ ആണ് വേഗത കൂട്ടാനും കുറയ്ക്കാനല്ല. അപ്പോൾ ഈ ഉയരത്തിലേക്ക് പോകാനും താഴേക്ക് വരാനും എന്താ ചെയ്യുന്നത്? അതിപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫ്രണ്ടിൽ ഒരു സിസ്റ്റം ഉണ്ട് ഞങ്ങളെ മുന്നിലുള്ള. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ മേലെ പോവുകയാണെങ്കിൽ താഴെ പോയി നമ്മൾ അവരിനാണ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൽ നമ്പേഴ്സ് ലൈക്ക് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ലെവൽ 350 ആണെങ്കിൽ മേലെ ക്ലൈംബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ 36 വെച്ചിട്ട് പുൾ ചെയ്യും. അപ്പോൾ അത് പ്ലെയിൻ മേലോട്ടേക്ക് പോകും. അല്ല, എനിക്ക് പണ്ട് മുതലേ എൻ്റെ ഒരു സംശയമാണ്, നമ്മൾ ഫ്ലൈ ചെയ്ത് നിൽക്കുന്നത് മനസ്സിലാക്കുക, ഈ കൂറ്റൻ ചിറകുകളുള്ളതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിൽക്കും, പിന്നെ എൻജിൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മുന്നോട്ടും പോകും. ഓക്കെ, ദെൻ മുകളിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഫോഴ്സ് എന്താ? നമ്മളെ സെയിം എൻജിൻസിന് നമ്മളെ എൻജിൻ പവർ തരും. ക്രൂസ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മളൊരു പവർ വെക്കും, മേലെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പവർ തരും. അത് വെച്ചിട്ടാണ് നമ്മൾ മേലോട്ടേക്ക് പോവുക. പിന്നെ ബേസിക് പ്രിൻസിപ്പിൾ വെച്ചാൽ ഒരു എയർക്രാഫ്റ്റ്
4 ഫോഴ്സ് ഉണ്ട്, ലിഫ്റ്റ്, ഡ്രാഗ്, ത്രസ്റ്റ്, പവറും. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ബേസിക് പോലെ പഠിപ്പിക്കുക നമ്മൾ എങ്ങനെ ഒരു പ്ലെയിനും തിയററ്റിക്കലി മേലോട്ടേക്ക് പോകാൻ. പക്ഷേ സിമ്പിൾ ടേംസിൽ വെച്ചാൽ നമ്മൾ മേലോട്ടേക്ക് പോകാനെങ്കിൽ നമ്മൾ പവർ കൂട്ടിയിട്ട് മേലോട്ടേക്ക് പോകും.